ഫസ്റ്റ് ഹാഫ് നൈസ് നല്ല ലാഗൊന്നും ഇല്ല. വയലൻസ് ഉണ്ട്, അതിനനുസരിച്ച് വേറെ സീൻസും ഉണ്ട്. കൊള്ളാം, അടിപൊളിയാണ്. മാസമൊക്കെ കുറേ ഉണ്ട്. ഓക്കെ, താങ്ക് യു. സൂപ്പറായിരുന്നു ബ്രോ, അടിപൊളിയായിരുന്നു. സൂപ്പർ ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. പിന്നെ ഉണ്ട്, ഇനിയാണ് കാണേണ്ടത്. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, നൈസായിട്ടുണ്ട്. പൊളി. സെക്കൻഡ് ഹാഫ് പ്രതീക്ഷിക്കുന്നു. ആയിരിക്കാം, നോക്കാം. നൈസാണ്, അടിപൊളിയാണ്. അടിപൊളിയാ, സൂപ്പർ. ഉണ്ട്, വയലൻസ് ഉണ്ട്. പക്ഷെ ഒരു സമയമായിട്ടുള്ളൂ, ഇന്റർവെല്ലാം ആയിട്ടുള്ളൂ. കാണാൻ ബാക്കി ഫസ്റ്റ് അടിപൊളി, പെർഫോമൻസ് അടിപൊളി. പക്ഷെ സ്ലോ ആയിച്ചിട്ട് കുറച്ചുകൂടെ സ്ലോ ആയിട്ടാണ് തോന്നിയത്. ഈ സെക്കൻഡ് ഹാഫ് വെയിറ്റ് ചെയ്യാം. അടിപൊളി വയലൻസ്, നല്ല കുത്ത് എല്ലാം അടിപൊളി. ഏതാ രൺവീർ അടിപൊളി, നല്ല മുടിയും എല്ലാം അടിപൊളിയായിട്ട് റെഡി ആയിട്ട്. കുഴപ്പമില്ല, കുറച്ച് സ്ലോ അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും. താങ്ക് യു. ഫസ്റ്റ് ഹാഫ് അടിപൊളി, കൊള്ളാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മറ്റേ പുള്ളിനോട് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രൺവീറിൻ്റെ അഭിനയവും അല്ലെങ്കിൽ കഴിഞ്ഞ സിനിമയിൽ നിന്ന് രൺവീറിൻ്റെ ക്യാരക്ടർ എങ്ങനെ ഇവിടം വരെ എത്തി എന്നുള്ളതൊക്കെ നല്ല കിടിലനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. രൺവീറിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കുറേ വലിപ്പിക്കാതെ കുറച്ച് സമയം കൊണ്ട് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. വയലൻസ് ഉണ്ട്. അതെ എന്ന് വെച്ചാൽ അത് അഭിനയം കൊണ്ടുള്ള രീതിയിലാണെങ്കിൽ പോലും കഥയാണെങ്കിൽ പോലും നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പല സീനുകളുണ്ട്. നമ്മളിപ്പോൾ മറ്റേ ഫസ്റ്റത്തെ സിനിമയിൽ അക്ഷയ് ഖന്നയുടെ ആ ഡാൻസ് അതുപോലത്തെ കുറച്ച് സീനുകളുണ്ട്. നമ്മൾ ഓർത്തിരിക്കാൻ പോണ കുറച്ച് സീനുകളുണ്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ. അതും ഞാൻ പറയുകയാണെങ്കിൽ ആദ്യത്തെ അരമണിക്കൂർ 3/4 മണിക്കൂറിനുള്ളിൽ തന്നെ പടം മൊത്തത്തിൽ കിടിലനാവും. ഇനിയാണ് പടം കിടക്കുന്നത്. സെക്കൻഡ് ഹാഫും കൂടി കണ്ടിട്ട് വേണം. ഓക്കെ.